എന്താണ് മാഷെ ഈ പ്രണയം? മാഷിനെ എന്നെ ഒന്ന് പ്രണയിക്കാമോ? തന്നെ ചേർത്ത് പിടിച്ച് കിടക്കുന്ന അയാളുടെ നഗ്നമായ മാറിലെ രോമങ്ങളിൽ വിരലോടിച്ചുകൊണ്ടവൾ കുറുമ്പോടെ ചോദിച്ചു. നഗരത്തിന്റെ ഒരു കോണിലുള്ള ലോഡ്ജിലെ മുറിയിൽ രാത്രിയിലെ വികാരങ്ങൾ കെട്ടടങ്ങിയ നിമിഷം തൻ്റെ മാറിലേക്ക് ചേർന്ന് കിടന്നുള്ള വേശ്യപ്പെണ്ണിന്റെ ചോദ്യം കേട്ടയാൾ അവളെ അത്ഭുതത്തോടെ നോക്കി. അയാളുടെ കണ്ണുകളിൽ അത്ഭുതം നിറയുന്ന കണ്ട അവളുടെ ചുണ്ടിലൊരു നേർത്ത പുഞ്ചിരി വിടർന്നു. അല്ല, മാഷ് വലിയൊരു എഴുത്തുകാരനല്ലേ? ഞാൻ നിങ്ങളുടെ പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട്. അതിൽ നിറയെ പ്രണയമാണല്ലോ. ഞാൻ കണ്ടിട്ടുള്ള സിനിമകളിലും കാണാം പ്രണയം. പക്ഷെ ഇന്നേ വരെ ഈ പ്രണയം എന്ന ഫീൽ എന്താണെന്ന് എനിക്കറിയാൻ കഴിഞ്ഞിട്ടില്ല. കുട്ടിക്കാലത്തെ അച്ഛനും അമ്മയും നഷ്ടമായി എന്നെ എടുത്തു വളർത്തിയ സ്ത്രീ എൻ്റെ ശരീരം വളർന്നോടെ അവരുടെ ഈ തൊഴിലേക്ക് എന്നെയും പിടിച്ചിട്ടു. സ്വന്തം ശരീരത്തോട് അറപ്പും വെറുപ്പും തോന്നിയ ദിവസങ്ങളായിരുന്നു പിന്നീട്. തുരുമ്പിച്ച ജനലഴികളിൽ പിടിച്ച് കണ്ണീര് പോലും വറ്റിപ്പോയ ദിവസങ്ങൾ. കാമത്തിൻ്റെ വെറിപൂണ്ട കണ്ണുമായി വന്നവർ എൻ്റെ ശരീരം കൊത്തി പറിക്കുമ്പോൾ മരപ്പാവ കണക്കിന് അവർക്ക് മുമ്പിൽ മരവിച്ച മനസ്സുമായി എനിക്ക് ശരീരം പങ്കിടേണ്ടി വന്നു. രക്ഷപ്പെടാനാവാത്ത വിധം ഈ അഴുക്കച്ചാലിൽ വീണ് ഒടുങ്ങിത്തീരാൻ വിധിക്കപ്പെട്ടതാണ് എൻ്റെ ജന്മമെന്ന് പിന്നീടെപ്പോഴും എനിക്ക് മനസ്സിലായി തുടങ്ങി. അതിനിടയിലെന്നോ ഞാൻ വായനയുടെ ലോകത്തെത്തി. പിന്നെ അക്ഷരങ്ങളിൽ കൂടി പുതിയൊരു ലോകം തന്നെ ഞാൻ സൃഷ്ടിച്ചെടുത്തു. അവിടെ അക്ഷരങ്ങളും പിന്നെ ഞാൻ നെയ്തു കൂട്ടിയ സ്വപ്നങ്ങളുമായിരുന്നു എനിക്ക് കൂട്ട്. ആ സ്വപ്നങ്ങൾക്കിടയിൽ എപ്പോഴും പ്രണയിക്കാനും പ്രണയിക്കപ്പെടാനൊരു മോഹം തോന്നി. കിടക്ക പങ്കിടാൻ വരുന്നവരോടൊക്കെ വെറുതെ ഞാൻ ഈ ചോദ്യം ചോദിക്കും. അത് കേൾക്കുമ്പോൾ ചിലർ ഭയന്ന് വെപ്രാളത്തോടെ എഴുന്നേറ്റ് പോകുന്നതാണ്. ഞാൻ തലയിലാവുന്ന പേടിച്ചിട്ടാവും. പാവങ്ങൾ. അവളുടെ മുഖത്ത് ചിരി പടർന്നു. മറ്റു ചിലർ വാഗ്ദാനം നൽകിപ്പോവും. ചിലർ മടങ്ങി വരും. പിന്നെ എൻ്റെ ശരീരം മാത്രം മോഹിച്ച്. ആ കണ്ണുകളിൽ ഒന്നിലും ഞാൻ പ്രണയം കണ്ടിട്ടില്ല മാഷേ. അല്ലെങ്കിലും എന്നെ പോലൊരു പെണ്ണിതൊക്കെ ആഗ്രഹിക്കുന്നതിന് തെറ്റാണ് അല്ലേ മാഷേ? അവളുടെ മുഖത്തെ ചിരി മാഞ്ഞിരുന്നു. അയാൾ അവളെ മുറുകെ പിടിച്ച് നെറ്റിയിൽ ചുംബിച്ചു. നീ വേഗം ഒരുങ്ങി, നമുക്കൊന്ന് പുറത്തു പോവാം. അതും പറഞ്ഞു അയാൾ അവളിൽ നിന്ന് വേർപെട്ട് എഴുന്നേറ്റ് മുണ്ട് അരയിൽ ഒന്നുകൂടി മുറുക്കിയെടുത്തു. ഈ രാത്രിയിലോ? അതിനെന്താ, ഈ നഗരം ഉറങ്ങിയിട്ടില്ലല്ലോ. നീ വാ പെണ്ണേ, അയാൾ ചെറുചിരിയോടെ പറഞ്ഞുകൊണ്ട് ഷർട്ടിട്ടു. അതോടെ അവൾ ഡ്രസ്സും എടുത്ത് ബാത്റൂമിൽ പോയി ഫ്രഷായി വന്നു. പിന്നെ അവർ ഒരുമിച്ചിറങ്ങി. ലോഡ്ജിലെ നിശബ്ദതയിൽ നിന്നും നഗരത്തിന്റെ ബഹളങ്ങളിൽ ലയിച്ചു. അയാൾ തൻ്റെ ഇടം കൈയിൽ അവിടെ വലതു കൈ ചേർത്ത് വഴിയരികിൽ കൂടി നടന്നു. റോഡിൽ വാഹനങ്ങൾ ചീറിപ്പാഞ്ഞു പോകുന്നു. രാത്രിയുടെ ഇരുട്ടിനെ കീറി മുറിച്ച് യാത്രക്കാർക്ക് വെളിച്ചം പകർന്ന് അവരെ തുറിച്ച് നോക്കി നിൽക്കുന്ന ഇലക്ട്രിക് പോസ്റ്റുകൾ. ചിരിച്ചുല്ലസിച്ച് വരുന്നവർ, സാധനങ്ങൾ വാങ്ങി വീടെത്താൻ ധൃതിയിൽ ജോലി കഴിഞ്ഞ് പോകുന്നവർ. കൂട്ടത്തിൽ പരിചയമുള്ള ചില മുഖങ്ങളും കടന്നുപോയി. രാത്രിയുടെ ഇരുട്ടിൽ മാന്യതയുടെ മുഖം മൂടി വലിച്ചെറിയുന്ന കപട സദാചാരക്കാർ. അങ്ങനെ പലവിധ ആളുകളെയും കടന്നവർ നടന്നു നീങ്ങി. ഇടയിൽ വഴിയരികിലെ തട്ടുകടയിൽ നിന്നും ഭക്ഷണം കഴിച്ച് പിന്നെയും നടത്തം തുടങ്ങി. എങ്ങോട്ടെന്ന് ചോദിക്കാതെ ആകാംക്ഷയോടെ അയാൾക്കൊപ്പം അവൾ നടന്നു. കുറച്ചു ദൂരം പിന്നിട്ടതും അവളുടെ കാതുകളിൽ കടലിരമ്പം കേട്ടു തുടങ്ങി. പതിയെ പതിയെ അവർ മണൽത്തരികളിൽ ചവിട്ടി മെതിച്ച് കടൽ തീരത്തെത്തി. കടൽ ശാന്തമാണ്. നുരഞ്ഞ് പതഞ്ഞ് പൊങ്ങുന്ന കടൽ തിരകൾ കരയെ പുൽകുന്നു. അകലങ്ങളിൽ കുഞ്ഞു വെളിച്ചം കാണാം. മീൻ പിടിക്കാൻ പോയവരുടെ ബോട്ടുകളിൽ നിന്നാവും. തെളിഞ്ഞ നീലാകാശത്ത് നിലാവും നക്ഷത്രങ്ങളും രാത്രിയെ മനോഹരമാക്കി നിർത്തുന്നു. തണുത്ത കാറ്റ് വീശിയതും ചെറിയൊരു വിറയലോടെ അവൾ തൻ്റെ കൈകൾ കൂട്ടിക്കെട്ടി നിന്നു. അയാൾ ഒന്നും മിണ്ടാതെ വിദൂരതയിലേക്ക് കണ്ണു നട്ട് നിൽക്കുകയാണ്. പരസ്പരം മിണ്ടാതെ നിമിഷങ്ങൾ കടന്നുപോയി. നീ രാത്രി ഇങ്ങനെ കടൽ കണ്ട് നിന്നിട്ടുണ്ടോ? ഒടുവിൽ അവർക്കിടയിലെ നിശബ്ദതയെ കീറിമുറിച്ചുകൊണ്ട് അയാൾ ചോദിച്ചു. ഇല്ല. നേരത്തെ ശബ്ദത്തിൽ അവൾ മറുപടി പറഞ്ഞു. ഞാൻ നിൽക്കാറുണ്ട്. സായന്ത്രം മുതൽ ഞാൻ ഏറ്റവും കൂടുതൽ സമയം പങ്കിടുന്നു ഇവിടെ തന്നെയാണ്. നിനക്കൊരു കാര്യം അറിയുമോ? ഈ കടലും കരയും തമ്മിൽ അഗാധമായ പ്രണയത്തിലാണ്. നീ ചുറ്റും നോക്കിക്കേ, എന്തുമാത്രം ആളുകളോട് വന്ന് പോകുന്നെന്ന്. പക്ഷേ അതൊന്നും ശ്രദ്ധിക്കാതെ വേർപിരിയാനാവാതെ അവരിങ്ങനെ പ്രണയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആഹാ, നല്ല സാഹിത്യം എന്നു പറഞ്ഞാൽ ചുറ്റും നോക്കി. യുവമിഥുനങ്ങൾ, ദമ്പതിമാർ, കുട്ടികൾ, അവർക്കിടയിലൂടെ ജീവിക്കാനായി രാത്രിയും കച്ചവടവുമായി നടക്കുന്നവർ, അങ്ങനെ നിരവധി ആളുകൾ. അവളെ അവളുടെ കൈയും പിടിച്ച് ആ കടൽ തീരത്തൂടെ ഉൽകിയ നനവാർന്ന മണലിലൂടെ മുഹബത്തിൻ്റെ കുളിരാറുന്ന കടൽ കാറ്റേറ്റ് ഒഴിഞ്ഞ തീരം നോക്കി നടന്നു. നനഞ്ഞ മണലിൽ പതിഞ്ഞ അവരുടെ കാലടിപ്പാടുകൾ തിരകൾ ആവേശത്തോടെ വന്ന് മായ്ച്ചു കളയുന്നു. അവൾ കുസൃതിയോടെ നോക്കി നിന്നു.
കണ്ടില്ലേ നമ്മുടെ കാലടിപ്പാടുകളെ ഒരു ചുംബനം കൊണ്ട് മായ്ച്ചു കളയുന്ന തിരമാലയെ? ആത്മാവ് തൊട്ടറിഞ്ഞ പ്രണയ അവരുടേത്. ഇതുപോലെ നിന്നിലെ കുറവുകൾ ഇല്ലാതാക്കാൻ എനിക്കൊരു ചുംബനം മതി എന്നും പറഞ്ഞ് അയാൾ അവളുടെ നെറുകയിൽ ചുംബിച്ചു. അപ്രതീക്ഷിതമായി കിട്ടിയ ചുംബനത്തിൽ അവൾ പതറിപ്പോയി. അവളിൽ ഒരു തരിപ്പ് അനുഭവപ്പെട്ടു. ആദ്യമായി ഒരാൾ തന്നെ സ്നേഹത്തോടെ ചുംബിച്ചിരിക്കുന്നു. അയാളുടെ കണ്ണുകൾ കാമമില്ല, സ്നേഹം മാത്രം. നേർത്ത പുഞ്ചിരിയോടെയുള്ള അയാളുടെ നോട്ടത്തിന് മുന്നിൽ അവൾ നാണിച്ച് മുഖം താഴ്ത്തി. അവളുടെ കവിളുകളിൽ നാണത്തിൻ്റെ ചുവപ്പ് രാശി പടർന്നു. അത് അയാളിൽ ഒരു കൗതുകം പടർത്തി. അഴിഞ്ഞുലഞ്ഞു കിടന്നിരുന്ന അവളുടെ നീണ്ട ഇടതൂർന്ന മുടിയിഴകൾ കാറ്റിൽ പാറി പറന്നു. ആ മുടിയിഴകളിൽ ചിലത് വിരൽ കൊണ്ട് ഓരോ തവണ കോതി ഒതുക്കുമ്പോഴും അനുസരണയില്ലാത്ത കുട്ടികളെപ്പോലെ വീണ്ടും വീണ്ടും അവളുടെ മുഖത്തേക്ക് പാറിപ്പറന്ന് വീണുകൊണ്ടിരുന്നു. അയാൾ അവിടെ കീഴ്ത്താടി പിടിച്ചുയർത്തി ആ കണ്ണുകളിലേക്ക് നോക്കി. ആകാശത്ത് തിളങ്ങുന്ന നക്ഷത്രങ്ങളെക്കാൾ ചന്ത് നിന്റെ ഈ തിളങ്ങുന്ന കണ്ണുകൾക്ക് തന്നെയാണ്. അയാളുടെ വാക്കുകൾ കേട്ടവൾ പൊട്ടിച്ചിരിച്ചു. അയാൾ ആ ചിരി ആസ്വദിച്ച് നോക്കി നിന്നു. ഒരുപാട് സന്തോഷം തോന്നുന്നു മാഷേ. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും സന്തോഷിക്കുന്നത്. ഏതൊരു പെണ്ണിനെ പോലെ ഞാൻ നല്ലൊരു ജീവിതം സ്വപ്നം കണ്ടിരുന്നു. പക്ഷേ എൻ്റെ വിധി ഇതായിരുന്നു. മുറിക്കുള്ളിൽ കിടന്ന് തൊണ്ട പൊട്ടുമാർ ഉറക്കെ കരഞ്ഞിട്ടുണ്ട്. സ്വയം മുറിവേൽപ്പിച്ചിട്ടുണ്ട്. പട്ടിണി കിടന്ന് സ്വയം ശിക്ഷിച്ചിട്ടുണ്ട്. ഈ നശിച്ച ജീവിതത്തെ ഓർത്ത് മരിക്കാൻ എനിക്ക് ഭയം. അല്ലായിരുന്നെങ്കിൽ അതിന് ഞാൻ... ഒരു നിമിഷം അവൾ നിശബ്ദയായി. ഇപ്പൊ വീണ്ടും ആ മോഹങ്ങൾ വെറുതെ എന്നെ മോഹിപ്പിക്കുന്ന പോലെ തോന്നുക മാഷേ. അവളുടെ വാക്കുകൾ അവിടെ അവസാനിച്ചു. ആ മിഴികൾ അപ്പോഴേക്കും നിറഞ്ഞിരുന്നു. ബന്ധങ്ങളും ബന്ധനങ്ങളും ഇല്ലാത്ത ഒരനാഥനാണ് ഞാൻ. ഒറ്റപ്പെടലിൻ്റെ വേദനയിൽ ഞാൻ കുറിച്ച വാക്കുകളാണ് ഇന്ന് എന്നെ എഴുത്തുകാരനാക്കി തീർത്തു തന്നെ. ഇന്ന് നിന്നെ പോലെ തന്നെ അക്ഷരങ്ങൾ കൊണ്ട് തീർത്ത സ്വപ്ന ലോകത്താണ് എൻ്റെ ജീവിതം. പക്ഷേ ഇന്ന് ആദ്യമായി സ്വപ്നങ്ങൾ വിട്ടു യാഥാർത്ഥ്യത്തിൽ ജീവിക്കാനൊരു മോഹം. പ്രണയം എന്തെന്നറിയാത്ത പ്രണയം കൊതിക്കുന്ന ഒരു പെണ്ണിനൊപ്പം ഇനിയുള്ള ജീവിതം ജീവിച്ചു തീർക്കാൻ തോന്നുന്നു. കേവലം ഒരു നിമിഷത്തെ എൻ്റെ തോന്നലല്ല ഇത്. ഈ ആഴ്ചക്കാലം മുഴുവൻ നിന്നോടൊപ്പം സന്തോഷമായിട്ടിരിക്കാൻ കഴിയുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. എൻ്റെ മനസ്സ് പറയുന്ന വഴിക്കാണ് ഞാൻ ഇന്നുവരെ നടന്നിട്ടുള്ളത്. ഇനി അങ്ങോട്ട് അങ്ങനെ തന്നെ. പിന്നെ ഞാനും വിശുദ്ധനൊന്നല്ല. പക്ഷേ ഇനി അങ്ങോട്ട് വിശുദ്ധമായൊരു പ്രണയത്തിൻ്റെ ചങ്ങല കൊണ്ട് എൻ്റെ മനസ്സിനെ ബന്ധിക്കാനൊരു മോഹം. അയാൾ പുഞ്ചിരിച്ചു. മാഷി ഇതെന്തൊക്കെയാ പറയുന്നേ? നീ മറുത്തൊന്നും പറയണ്ട. ഇപ്പം ഞാൻ പോകുന്നു. നമുക്കൊന്നിച്ച് സ്വപ്നങ്ങൾ കെട്ടിപ്പടുത്ത് ജീവിക്കാൻ നമ്മളെ തിരിച്ചറിയാത്തൊരിടത്ത് ഒരു കുഞ്ഞ് വീടും വെച്ച് ഞാൻ മടങ്ങി വരും. നിന്റെ കഴുത്തിൽ ഒരു താലി കെട്ടി നെറുകയിൽ സിന്ദൂരം ചാർത്തി ഞാൻ എൻ്റെ ഈ പെണ്ണിനെ കൂട്ടിക്കൊണ്ട് പോവുക തന്നെ ചെയ്യും. അതും പറഞ്ഞ അയാൾ തൻ്റെ കയ്യിലുള്ള ബാഗിൽ നിന്നൊരു പുസ്തകം എടുത്ത് അതിലെ താളിൽ എന്തോന്ന് കുറിച്ചു. പിന്നെ അത് അവൾക്ക് നേരെ നീട്ടി. അവളത് വാങ്ങിയതും അവൾക്ക് നേരത്തെ ഒരു പുഞ്ചിരി സമ്മാനിച്ച് അയാൾ നടന്നു. കയ്യിലിരുന്ന പുസ്തകത്തിലെ താള് അവൾ ആകാംക്ഷയോടെ മറിച്ചു നോക്കി. എനിക്ക് വേണ്ടിയുള്ള നിന്റെ കാത്തിരിപ്പിൻ്റെ പേരാണ് പ്രണയം. ഒരുപക്ഷെ ആ കാത്തിരിപ്പ് ഉണങ്ങാത്ത മുറിവ് പോൽ നിനക്ക് വേദന പകർന്നെന്ന് വരാം. പക്ഷേ നീ ഒരിക്കലും നിരാശപ്പെടരുത്. ആ കാത്തിരിപ്പിൻ്റെ അവസാനം ഞാനെത്തും നിന്നെ സ്വന്തമാക്കാൻ, എൻ്റേത് മാത്രമാക്കാൻ. അതേ പെണ്ണെ, ഞാൻ നിന്നെ പ്രണയിച്ചു തുടങ്ങിയിരിക്കുന്നു. അയാൾ എഴുതിയ വരികൾ വായിച്ചതും അവളുടെ മിഴിനീർത്തുള്ളികൾ ആ വരികൾക്ക് മുകളിലായി വീണുകൊണ്ടിരുന്നു. കുറച്ച് സമയം കൊണ്ട് ഒരുപാട് അടുത്ത പോലെ, തനിക്ക് വിലപ്പെട്ടത് എന്തോന്ന് തന്നിൽ നിന്ന് അകന്നു പോയ പോലെ, താൻ ഒറ്റപ്പെട്ടതുപോലെ നെഞ്ചിലൊരു പിടച്ചിൽ. ഒന്നും മിണ്ടാൻ കഴിയാതെ ചുണ്ടുകൾ വിതുമ്പുന്നു. എന്തോ ഒരു വികാരം തന്നിൽ ആഴത്തിൽ മുറിവേൽപ്പിക്കുന്നു അവൾ തിരിച്ചറിഞ്ഞു. അന്ന് ആദ്യമായി അവൾ പ്രണയത്തിൻ്റെ നോവറിയുകയായിരുന്നു. അയാൾ നടന്നു നീങ്ങിയിടത്തേക്ക് അവൾ നോക്കി. ശൂനി. അയാൾ ഇരുട്ടിലെവിടെയോ പോയി മറഞ്ഞിരിക്കുന്നു. കണ്ണുനീർ കാഴ്ചയെ മറക്കുന്നു. അയാൾ വരാതിരിക്കില്ല. ആ പുസ്തകത്തെ നെഞ്ചോട് ചേർത്ത് അവൾ വിങ്ങുമ്പോൾ അവളുടെ മനസ്സ് പറഞ്ഞുകൊണ്ടിരുന്നു. വർഷങ്ങൾ കടന്നു പോകുന്നതറിയാതെ ഓരോ സായന്തനത്തിനും ആ കടൽക്കരയിൽ വന്നു അയാൾക്കായി അവൾ ഇന്നും കാത്തിരിക്കുകയാണ്, പ്രണയത്തോടെ, പ്രതീക്ഷയോടെ.